ഇന്ന് നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കൂ, ഇതൊരു യാദൃശ്ചികതയല്ല. ഈ പ്രപഞ്ചത്തിൽ കാരണമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഓരോ ആത്മാവിനും ആ സമയത്ത് ഏറ്റവും ആവശ്യമുള്ള സന്ദേശമാണ് ലഭിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ തളർന്നിരിക്കാം. ഒരുപക്ഷെ ആരും കാണാതെ ഉള്ളിന്റെയുള്ളിൽ നിങ്ങൾ ഒരുപാട് സഹിക്കുന്നുണ്ടാകാം. ശരിയായ കാര്യങ്ങൾ ചെയ്തിട്ടും താൻ മാത്രം എപ്പോഴും പിന്നിലാകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷേ ഇന്ന് രാത്രി ഉറങ്ങുന്നതിനു മുൻപ് ശരിയായ ചില വാക്കുകൾ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുകയാണെങ്കിൽ ആ വാക്കുകൾ നിങ്ങളുടെ വിധിയുടെ ഗതി മാറ്റിമറിക്കാൻ തുടങ്ങും. ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പുള്ള സമയം ഏറ്റവും പവിത്രമാണ്. ഈ സമയത്ത് മനസ്സ് ശാന്തമായിരിക്കും. തടസ്സങ്ങളുടെ മതിലുകൾ വീണിട്ടുണ്ടാകും. പ്രപഞ്ചത്തിന്റെ ഊർജ്ജം നേരിട്ട് നിങ്ങളുടെ അവചേതന മനസ്സിലേക്ക് സബ്കോൺഷ്യസ് മൈൻഡ് എത്തുന്ന സമയമാണിത്. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സ്വപ്നം വിൽക്കുകയല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി സാധകരും ഋഷിവര്യന്മാരും ഉണർന്ന ആത്മാക്കളും ഉപയോഗിച്ചിരുന്ന ശക്തിയേറിയ ചില വാക്കുകൾ നിങ്ങൾക്ക് തരികയാണ്. ഈ വാക്കുകൾ എന്തെങ്കിലും ചോദിച്ചു വാങ്ങാനുള്ളതല്ല. ഈ വാക്കുകൾ പരാതികൾക്കുള്ളതല്ല. ഇത് വിശ്വാസത്തിന്റെ വാക്കുകളാണ്. കൃതജ്ഞതയുടെയാണ്. ഗ്രാറ്റിറ്റ്യൂഡ്. സമർപ്പണത്തിൻ്റെതാണ്. നിങ്ങൾ നന്ദി പറയുമ്പോൾ പ്രപഞ്ചം തിരിച്ചറിയുന്നു നിങ്ങൾ തയ്യാറാണെന്ന്. മാറ്റത്തിനു വേണ്ടി, ഒരു മികച്ച ജീവിതത്തിനു വേണ്ടി നിങ്ങൾ തയ്യാറാണെന്ന്. ഇന്ന് ഈ വീഡിയോ അവസാനം വരെ കേൾക്കുക, യാതൊരു പ്രതീക്ഷകളുമില്ലാതെ, വെറും വിശ്വാസത്തോടെ മാത്രം. കാരണം ഇന്ന് രാത്രി നിങ്ങൾ വെറുതെ ഉറങ്ങാൻ പോവുകയല്ല. നിങ്ങൾ നിങ്ങളുടെ പുതിയ വിധിയുടെ വിത്തുകൾ പാകാൻ പോവുകയാണ്. എന്തുകൊണ്ട് ഉറങ്ങുന്നതിന് മുൻപുള്ള മനസ്സിന്റെ അവസ്ഥ നിർണായകമാണ്. ദിവസം മുഴുവൻ നമ്മുടെ മനസ്സ് ആയിരക്കണക്കിന് ചിന്തകളിലൂടെ കടന്നുപോകുന്നു. ചിലത് നല്ലതാണ്, ചിലത് ഭയം നിറഞ്ഞതാണ്, ഭൂരിഭാഗവും നാം ശ്രദ്ധിക്കുക പോലും ചെയ്യാത്തവയാണ്. എന്നാൽ രാത്രി നമ്മൾ ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ മനസ്സിന്റെ വേഗത തനിയെ കുറയാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അവചേതന മനസ്സ്, സബ്കോൺഷ്യസ് മൈൻഡ് ഉണരാൻ തുടങ്ങുന്നത്. അവചേതന മനസ്സ് തർക്കിക്കാറില്ല. അതിന് ശരിയും തെറ്റും നോക്കാനറിയില്ല. ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് അതിനെന്താണോ അനുഭവപ്പെടുന്നത് അതുമാത്രമാണ് അത് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദിവസവും ഉറങ്ങുന്നതിനു മുൻപ് ഉത്കണ്ഠയുമായാണ് ഉറങ്ങുന്നതെങ്കിൽ ആ ഉത്കണ്ഠ നിങ്ങളുടെ പ്രഭാതമായി മാറും. ഭയത്തോടെയാണ് ഉറങ്ങുന്നതെങ്കിൽ ആ ഭയം നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറാൻ തുടങ്ങും. എന്നാൽ അതേ സമയത്ത് നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുകയും നന്ദി അനുഭവിക്കുകയും എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി നടക്കുന്നു എന്ന് മനസ്സിന് സൂചന നൽകുകയും ചെയ്താൽ അവചേതന മനസ്സ് അത് സത്യമായി സ്വീകരിക്കും. അതുകൊണ്ടാണ് ഉറങ്ങുന്നതിനു മുൻപ് പറയുന്ന വാക്കുകൾ ദിവസം മുഴുവൻ പറയുന്ന വാക്കുകളേക്കാൾ ശക്തിയുള്ളതാകുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സ് ഒരു വിത്ത് പോലെയാണ്. അവിടെ എന്ത് വിതയ്ക്കുന്നുവോ അതാണ് മുളയ്ക്കുക. അത് ഭയമായാലും വിശ്വാസമായാലും. നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ്, നന്ദി പ്രപഞ്ചമേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പ്രപഞ്ചത്തോട് പറയുകയല്ല, മറിച്ച് നിങ്ങൾ വിശ്വാസത്തിലാണെന്ന് അതിനെ അറിയിക്കുകയാണ്. എവിടെ വിശ്വാസമുണ്ടോ അവിടെ പോരാട്ടങ്ങൾ സാവധാനം അവസാനിക്കാൻ തുടങ്ങും. താങ്ക് യു യൂണിവേഴ്സ് എന്നതിന്റെ യഥാർത്ഥ അർത്ഥം. ഭൂരിഭാഗം ആളുകളും കരുതുന്നത് താങ്ക് യു യൂണിവേഴ്സ് എന്നത് വെറുമൊരു വാചകം മാത്രമാണെന്നാണ്. എന്നാൽ സത്യത്തിൽ ഇതൊരു അവസ്ഥയാണ്. ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു സ്വീകാര്യതയാണ്. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു ഇല്ലായ്മയുടെ ലാക്ക് വികാരമുണ്ട്. എന്തോ അപൂർണമാണ്, എന്തോ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന തോന്നൽ. എന്നാൽ നിങ്ങൾ നന്ദി പറയുമ്പോൾ ശരിയായത് നിങ്ങൾക്ക് വേണ്ടി നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് നിങ്ങൾ അംഗീകരിക്കുകയാണ്. വാക്കുകളിൽ നിന്നല്ല, വികാരങ്ങളിൽ നിന്നാണ് പ്രപഞ്ചത്തിന് സന്ദേശം ലഭിക്കുന്നത്. കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് ഏറ്റവും ഉയർന്ന പ്രകമ്പനമാണ്, വൈബ്രേഷൻ. താങ്ക് യു യൂണിവേഴ്സ് എന്നു പറയുന്നതിനർത്ഥം എല്ലാം തികഞ്ഞതാണെന്നല്ല. വഴി വ്യക്തമായി കാണാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങൾ വിശ്വാസത്തിലാണ് എന്നാണ് ഇതിനർത്ഥം. നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങൾ എതിർക്കുന്നത് നിർത്തുന്നു. നിങ്ങൾ പരാതികൾ ഉപേക്ഷിക്കുന്നു. ആ നിമിഷം തന്നെ ഊർജ്ജമൊഴുകാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് ചിലരുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നത്. അവർ പുറമെ നിന്നല്ല, ഉള്ളിൽ നിന്നാണ് മാറുന്നത്. താങ്ക് യു യൂണിവേഴ്സ് എന്നത് ഒരു സൂചനയാണ്. മികച്ചത് നേടാനും മികച്ചതായി മാറാനും നിങ്ങൾ തയ്യാറാണ് എന്നൊരു അനുവാദമാണത്. ഈ സ്വീകാര്യത സത്യസന്ധമായ മനസ്സോടെ വരുമ്പോൾ പ്രപഞ്ചത്തിന് പ്രവർത്തിച്ചേ മതിയാകൂ. ഒരു യഥാർത്ഥ കഥ. ഉദാഹരണം: ഒരാളുണ്ടായിരുന്നു, തീർത്തും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. വലിയ മേൽവിലാസമോ പ്രത്യേക കഴിവുകളോ ഒന്നുമില്ല. എല്ലാ രാത്രിയിലും തളർന്നുറങ്ങുന്ന ഒരു മനസ്സ് മാത്രമായിരുന്നു അയാൾക്ക്. ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്യും, പക്ഷേ ഫലം പഴയതുപോലെ തന്നെ. ശ്രമിക്കും, പക്ഷെ അവസാന നിമിഷം കാര്യങ്ങൾ കൈവിട്ടുപോകും. സാവധാനം അയാളുടെ മനസ്സിൽ ഒരേയൊരു ചോദ്യം കറങ്ങാൻ തുടങ്ങി: എന്റെ വിധി ഇങ്ങനെയായിരിക്കുമോ? ഒരു ദിവസം ഒരാൾ അയാളോട് പറഞ്ഞു, നീ നിന്റെ വിധി മാറ്റാൻ ശ്രമിക്കുകയല്ല. ഓരോ രാത്രിയിലും നീ നിന്റെ പഴയ വിധി തന്നെ ആവർത്തിക്കുകയാണ്. അയാൾ വലിയ പൂജകളൊന്നും ചെയ്തില്ല, ഏലസുകളൊന്നും കെട്ടിയില്ല, വലിയ പ്രതിജ്ഞകളൊന്നും എടുത്തില്ല. അയാൾ ഇത്രമാത്രം ചെയ്തു: ഓരോ രാത്രിയും ഉറങ്ങുന്നതിനു മുൻപ് കണ്ണുകളടച്ച് ഹൃദയത്തിൽ തട്ടി ഒരൊറ്റ കാര്യം പറഞ്ഞു: നന്ദി പ്രപഞ്ചമേ, എനിക്ക് അനുയോജ്യമായത് എന്നെ തേടി വരുന്നുണ്ട്.
ആദ്യം കുറച്ചു ദിവസങ്ങളിലൊന്നും മാറിയില്ല. പക്ഷേ അയാളുടെ ഉള്ളിൽ എന്തോ ശാന്തമാകാൻ തുടങ്ങി. അസ്വസ്ഥത കുറയാൻ തുടങ്ങി. ഭയത്തിന് കനം കുറഞ്ഞു. പിന്നീട് ചെറിയ ചെറിയ യാദൃച്ഛികതകൾ നടക്കാൻ തുടങ്ങി. ശരിയായ സമയത്ത് ശരിയായ ആളുകളെ കണ്ടുമുട്ടി. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. അയാൾക്ക് മനസ്സിലായി, മാറ്റം തുടങ്ങിയത് പുറത്തായിരുന്നില്ല, ഉള്ളിലായിരുന്നു. ഉള്ളിലെ എതിർപ്പുകൾ അവസാനിച്ചപ്പോൾ വിധിക്ക് കടന്നുവരാൻ വഴി തെളിഞ്ഞു. ചിലപ്പോൾ അത്ഭുതങ്ങൾ വലിയ ശബ്ദത്തോടെയല്ല വരുന്നത്, അവ സമാധാനത്തിന്റെ രൂപത്തിലാണ് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. ഇവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വാക്കുകൾ ഫലിക്കണമെങ്കിൽ ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ നിയമം, വാക്കുകൾ പറയുമ്പോൾ സംശയം പാടില്ല. നിങ്ങൾ നന്ദി പറയുകയും അതേസമയം ഇത് നടക്കുമോ ഇല്ലയോ എന്ന് ഉള്ളിൽ ചിന്തിക്കുകയും ചെയ്താൽ പ്രപഞ്ചത്തിന് ലഭിക്കുന്നത് ആശയക്കുഴപ്പമുള്ള സന്ദേശമായിരിക്കും. രണ്ടാമത്തെ നിയമം, ഫലത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കരുത്. എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും, ഏതു വഴിയിലൂടെ നടക്കുമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ജോലിയല്ല. മൂന്നാമത്തെ നിയമം, സമയപരിധി നിശ്ചയിക്കരുത്. പ്രപഞ്ചം ഘടികാരം നോക്കിയല്ല പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ തയ്യാറെടുപ്പ് നോക്കിയാണ്. നാലാമത്തെ നിയമം, നിങ്ങളെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യരുത്. ഓരോ വ്യക്തിയുടെയും യാത്ര വ്യത്യസ്തമാണ്. മറ്റൊരാൾക്ക് ഇന്ന് ലഭിക്കുന്നത് നിങ്ങൾക്ക് ശരിയായ സമയത്ത് വന്നെത്തും. അഞ്ചാമത്തെയും ഏറ്റവും ആഴമേറിയതുമായ നിയമം, ഈ വാക്കുകൾ ഒരു ഭാരം പോലെ പറയരുത്. ഇതൊരു പ്രതീക്ഷയായും പറയരുത്, ഉറച്ച വിശ്വാസമായി പറയുക. ബലപ്രയോഗമില്ലാതെ, യുദ്ധമില്ലാതെ, വെറും സ്വീകാര്യത എന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്. ഓർക്കുക, പ്രപഞ്ചത്തെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. സ്വയം തയ്യാറാവുകയാണ് വേണ്ടത്. ഇനി ഈ വാക്കുകൾ വെറുതെ കേൾക്കുകയല്ല, അവയെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അനുവദിക്കുക. ഈ വാക്കുകൾ നിങ്ങളല്ല പറയുന്നത്, നിങ്ങളുടെ ആത്മാവാണ് പറയുന്നത്. പ്രപഞ്ചമേ, എനിക്കിപ്പോൾ കാണാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പോൾ കാണാൻ കഴിയാത്ത എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. തുറന്നുകിട്ടിയ വഴികൾക്കും അടഞ്ഞുപോയ വഴികൾക്കും ഞാൻ നന്ദി പറയുന്നു. കാരണം അടഞ്ഞ വഴികൾ എന്റെ നന്മയ്ക്കു വേണ്ടിയായിരുന്നു. പ്രപഞ്ചമേ, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എന്നെ കൂടുതൽ ശക്തനാക്കാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരു ഇരയല്ല, വിക്ടിം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ശ്വാസത്തിനും എന്റെ ശരീരത്തിനും എന്നെ ഇവിടെ വരെ എത്തിച്ച ആ ബോധത്തിനും കോൺഷ്യസ്നസ് ഞാൻ നന്ദി പറയുന്നു. എന്റെ ജീവിതത്തിൽ നിന്നും പോയവർക്കും ഞാൻ നന്ദി പറയുന്നു. കാരണം അവർ എന്നെ ഞാനുമായി അടുപ്പിച്ചു. ഇപ്പോൾ എന്റെ കൈവശമില്ലാത്ത കാര്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. കാരണം അവ വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ ഞാൻ തയ്യാറായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. പ്രപഞ്ചമേ, എന്റെ ഭയങ്ങളെ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. എന്റെ അസ്വസ്ഥതകളെ ഞാൻ നിനക്ക് കൈമാറുന്നു. എന്റെ തിടുക്കങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ വിധി എനിക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ സ്വീകരിക്കുന്നു. വഴി എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ യോഗ്യനാണ്. ഞാൻ പര്യാപ്തനാണ്. എന്റെ ഹൃദയത്തിലുള്ള ആ സ്വപ്ന ജീവിതത്തിന് ഞാൻ അർഹനാണ്. ഓരോ രാത്രിയിലും ഞാൻ പഴയ ഭാരങ്ങളുമായി ഉറങ്ങുന്നില്ല. തികഞ്ഞ കൃതജ്ഞതയോടെയാണ് ഞാൻ ഉറങ്ങുന്നത്. പ്രപഞ്ചമേ, എന്റെ ഉള്ളിൽ സമാധാനം നിറച്ചതിന്, എന്റെ വഴികൾ തെളിയിച്ചു തന്നതിന്, ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് എന്നെ എത്തിച്ചതിന് നന്ദി. ഇന്ന് ഞാൻ നിയന്ത്രണങ്ങൾ ഉപേക്ഷിക്കുന്നു, വിശ്വാസത്തെ തെരഞ്ഞെടുക്കുന്നു. നന്ദി പ്രപഞ്ചമേ. താങ്ക് യു യൂണിവേഴ്സ്. നന്ദി പ്രപഞ്ചമേ. നന്ദി പ്രപഞ്ചമേ. എനിക്ക് ഏറ്റവും അനുയോജ്യമായത് ഇപ്പോൾ എന്റെ നേർക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഈ വാക്കുകളുടെ ശക്തി പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ ഇത് ശരിയായ അവസ്ഥയിൽ കേൾക്കണം. ഈ വീഡിയോ രാത്രി ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് കേൾക്കുക. ദിവസത്തെ ഓട്ടങ്ങൾ അവസാനിച്ച ശേഷം നിങ്ങൾ നിങ്ങളുമായി തനിച്ചാകുമ്പോൾ മൊബൈൽ ഒരു വശത്തേക്ക് മാറ്റിവെക്കുക. ശബ്ദം വോളിയം കുറച്ചുവെക്കുക. വാക്കുകൾ ഹൃദയത്തിലേക്കാണ് എത്തേണ്ടത്. ഈ വാക്കുകൾ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കരുത്. വെറുതെ അനുഭവിക്കുക. മനസ്സ് എങ്ങോട്ടെങ്കിലും പാറിപ്പോയാലും സ്വയം കുറ്റപ്പെടുത്തരുത്. സാവധാനം തിരിച്ചുവരിക. ഇതൊരു പരീക്ഷയല്ല, ഇത് സ്വയം ബന്ധപ്പെടാനുള്ള സമയമാണ്. കുറഞ്ഞത് 7 രാത്രിയെങ്കിലും ഈ വാക്കുകൾ ഇതേ രീതിയിൽ കേൾക്കുക. യാതൊരു പ്രതീക്ഷയുമില്ലാതെ. കേൾക്കുന്നതിനിടയിൽ ഉറക്കം വരികയാണെങ്കിൽ വന്നോട്ടെ. നിങ്ങളുടെ അവചേതന മനസ്സ് അപ്പോഴും ഇത് കേൾക്കുന്നുണ്ടാകും. ഓർക്കുക, നിങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കാൻ ശ്രമിക്കുകയല്ല, നിങ്ങൾ സ്വയം ലഭിക്കാൻ അനുവദിക്കുകയാണ്. പ്രപഞ്ചം പ്രവർത്തിക്കുന്നു എന്നതിന്റെ ലക്ഷണങ്ങൾ. സയൻസ്. നിങ്ങൾ തുടർച്ചയായി ഈ വാക്കുകൾക്കൊപ്പം ഉറങ്ങാൻ തുടങ്ങുമ്പോൾ മാറ്റം ആദ്യം പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണ് അനുഭവപ്പെടുക. യാതൊരു കാരണവുമില്ലാതെ മനസ്സ് ശാന്തമായിരിക്കുന്നത് നിങ്ങൾ കാണും. മുമ്പ് നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അത്ര ഭാരമായി തോന്നില്ല. ചില വിചിത്രമായ എന്നാൽ മനോഹരമായ യാദൃശ്ചികതകൾ, കോയിൻസിഡൻസസ് സംഭവിക്കാൻ തുടങ്ങും. പെട്ടെന്ന് ആരുടെയെങ്കിലും ഫോൺ കോൾ വരിക. മുടങ്ങിക്കിടന്ന ഒരു കാര്യം തനിയെ മുന്നോട്ട് നീങ്ങുക. ശരിയായ സമയത്ത് ശരിയായ വിവരങ്ങൾ ലഭിക്കുക.
ഭയത്തിന്റെ ശബ്ദം സാവധാനം കുറയുന്നതായും മനസ്സിൽ അവിടെവിടെയായി പ്രതീക്ഷ മുളയ്ക്കുന്നതായും നിങ്ങൾ കാണും. ചിലപ്പോൾ പഴയ കാര്യങ്ങൾ വീണ്ടും മുന്നിലേക്ക് വരും. പഴയ ആളുകൾ, പഴയ ചിന്തകൾ. ഇതൊരു പരീക്ഷയല്ല, ഇതൊരു ശുദ്ധീകരണമാണ്, ക്ലെൻസിംഗ്. അവചേതന മനസ്സ് മാറുമ്പോൾ ജീവിതവും അതിന്റെ ദിശ മാറ്റുന്നു. ഏറ്റവും വലിയ ലക്ഷണം ഇതായിരിക്കും: നിങ്ങളിപ്പോൾ നിങ്ങളോട് തന്നെ യുദ്ധം ചെയ്യുന്നുണ്ടാകില്ല. നിങ്ങൾ ഒഴുക്കിനൊപ്പമായിരിക്കും. എവിടെ ഒഴുക്കുണ്ടോ അവിടെ പോരാട്ടങ്ങൾ സാവധാനം വിട പറയാൻ തുടങ്ങും. ഈ സമയത്ത് നിങ്ങളുടെ ജീവിതം കുഴഞ്ഞുമറിഞ്ഞു കിടക്കുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇത്രയും ശ്രമിച്ചിട്ടും കാര്യങ്ങൾ എന്തുകൊണ്ട് മാറുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, ഒരു കാര്യം ഓർക്കുക: ഇത് അവസാനമല്ല. ചിലപ്പോൾ പ്രപഞ്ചം നിങ്ങളെ തടയുകയല്ല, അത് നിങ്ങളെ തയ്യാറാക്കുകയാണ്. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഈ താമസം ഒരു ശിക്ഷയല്ല, അതൊരു സുരക്ഷയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയവർ നിങ്ങളെ തളർത്താനല്ല പോയത്. അവർ സ്ഥലമൊഴിച്ചിട്ടതാണ് അതിലും മികച്ചത് വരാൻ വേണ്ടി. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഉണർവുള്ള ഓരോ ആത്മാവും എപ്പോഴെങ്കിലും ഈ ഘട്ടത്തിലൂടെ കടന്നുപോകുന്നുണ്ട്. വിശ്വാസമെന്നാൽ അന്ധമായ ഒന്നല്ല. വഴി വ്യക്തമായി കാണാത്തപ്പോഴും ദിശ അവിടെയുണ്ട് എന്നറിയുന്നതാണത്. ഇന്ന് നിങ്ങൾ ശാന്തനാണെങ്കിൽ മനസ്സിലാക്കൂ, പ്രപഞ്ചം കേട്ടുകഴിഞ്ഞു എന്ന്. ഇനി വെറും വിശ്വാസത്തോടെ ഉറങ്ങുക. നിങ്ങൾക്കായി വിധിക്കപ്പെട്ടത് നിങ്ങളെ തെരഞ്ഞിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അല്പമെങ്കിലും സമാധാനം തോന്നിയിട്ടുണ്ടെങ്കിൽ, ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ആശ്വാസം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലാക്കുക, ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതിലൂടെ ഇന്ന് ഇത് ആവശ്യമുള്ള കൂടുതൽ ആളുകളിലേക്ക് ഈ ഊർജ്ജമെത്തട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുമായി ഇത് ഷെയർ ചെയ്യുക. കാരണം ശരിയായ സമയത്ത് ലഭിക്കുന്ന ഒരു വാക്ക് ചിലപ്പോൾ ഒരാളുടെ രാത്രി മുഴുവൻ മാറ്റിമറിച്ചേക്കാം. കാരണം ഇവിടെ വാക്കുകൾ കേൾക്കുക മാത്രമല്ല, അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. കമന്റിൽ ഇത്രമാത്രം എഴുതുക: താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ഈ വാക്കുകൾ വെറുമൊരു കമന്റല്ല, ഇത് പ്രപഞ്ചത്തിനുള്ള നിങ്ങളുടെ സൂചനയാണ്, സിഗ്നൽ. ഇന്നത്തെ രാത്രി കൃതജ്ഞതയോടെ അവസാനിപ്പിക്കുക, വിശ്വാസത്തോടെ ഉറങ്ങുക. താങ്ക് യു യൂണിവേഴ്സ്.